വെറും ഒരു നര മാത്രമല്ലത്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. നഷ്ടങ്ങളുടെ കണക്ക് കൂടി വരികയാണെന്നൊരു ഓർമ്മപ്പെടുത്തൽ. എന്ത് നേടി ഇതുവരെ കാക്കിയിട്ടിട്ട്? കൂടെ നിൽക്കേണ്ടവർ പോലും തനിച്ചാക്കി പോയതല്ലാതെ ഒന്നും എനിക്ക് നേടാൻ കഴിഞ്ഞില്ല. എന്താണെന്ന് കരുതേ? എടാ നിന്നോട് ചോദിക്കുന്നത് എന്തിനാണെന്ന് കരുതുന്നത്? സാറേ ഞാൻ പോയിട്ടില്ല സാറേ, വേറെ ആരും ചെയ്ത പണിയാ. നിങ്ങൾക്ക് തെറ്റു പറ്റിയതാ. നിനക്ക് നാളെ മൈ നീ ആദ്യമായിട്ട് ചെയ്യുന്നവരല്ലോ, നീ പലവണ മോഷിച്ചിട്ടേ. തെളിവില്ലാതെ ഉണ്ടാക്കേണ്ട തല വെച്ചേ കേട്ടോ സാർ. അതൊക്കെ ഞാൻ പണ്ട് ചെയ്ത കാര്യങ്ങളല്ലയോ. ഞാൻ ഇപ്പൊ നല്ലൊരു ജീവിതം ജീവിക്കുക സാറേ. എടാ നീയൊക്കെ എന്ത് വെച്ചാ നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും നിർത്താൻ പറ്റില്ല കേട്ടോ നായേ. എന്നെ ഒന്ന് വിശ്വസിക്കുന്നാറെ, കഷ്ടമുണ്ട്. വിട് സാറേ, അവനെന്തെങ്കിലും ചെയ്യട്ടെ. ഇനിയും നീ ഇവിടെ കിടന്ന് പോകണമെന്ന് ശബ്ദം ഉണ്ടാക്കി എഴുതി വെളിയിൽ കേട്ടോ. ചേട്ടാ, ആ കടലിലോട്ട് നിർത്തി. എന്തിനാണ് വണ്ടി നിർത്തി? കോടതിയിലിട്ട് പോയില്ലയോ, ഒരു പുക എടുത്തിട്ട് കയറാന്ന് കരുതി. ചേട്ടാ ഒരു വിൽസ്. ചേട്ടാ ആ വണ്ടി അങ്ങോട്ട് ഒതുക്കിയിട്ടേക്കണേ. ലൈറ്റ് ഉണ്ട് സാറേ. സാറെങ്കിലും ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കാറ്. അതിന് ഇവിടെ മനുഷ്യൻ അതിലും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ അങ്ങോട്ട് മാറിക്കണം.
നീ എവിടെ നോക്കിക്കാനാ അങ്ങനെ കൺമുമ്പിലോട് ഞാൻ പോയത്? ശ്രദ്ധ വിട്ടേ സാറേ, ക്ഷമിക്ക്. നിനക്കൊണ്ടാ നീ ആ സിഗരറ്റ് വലിക്കാൻ പോയോണ്ടല്ലേ? ഇനി മേടിരിക്കുന്നവരെ വായിച്ച് ഞാൻ കൂടെ കേൾക്കണം. സാറേ ക്ഷമിക്കും സാറേ. ഇനി മോളിരിക്കുന്നവരെ വായിന്ന് ഞാൻ കൂടെ കേൾക്കണ്ടടാ. രണ്ടാളും എത്ര കൊല്ലമായി സർവീസിൽ കയറിയിട്ട്? ചോദിച്ച കേട്ടില്ലേ? രണ്ടാളും എത്ര കൊല്ലമായി സർവീസിൽ കയറിയിട്ടെന്ന്? ഏകദേശം ഒരു 10 വർഷമായി സാറേ. 10 കൊല്ലം. 10 കൊല്ലമായിട്ട് നിനക്കൊക്കെ ഒരു പ്രതിയെ കോടതി ഹാജരാക്കാൻ വയ്യെങ്കിൽ നീയൊക്കെ ഈ പണി നിർത്തുന്നതാണ് നല്ലത്. ക്ഷമിക്കണം സാറേ, ഒരബദ്ധം പറ്റിയതാ. അവനെനിക്ക് കിട്ടും സാറേ. കോപ്പ് കിട്ടും. ഇത്രയും നാളും കൈ കിട്ടാത്തവനെ കൈ കിട്ടിയപ്പോൾ കൊണ്ട് കളഞ്ഞിട്ട് വന്നേക്കുന്നു യൂസ്ലെസ്സുകൾ. നാണം ഉണ്ടോടോ നിനക്കൊക്കെ? കഴിഞ്ഞ ആഴ്ച നടന്ന ബംഗ്ലാവ് മർഡർ കേസിലെ പ്രതിയെ പിടിക്കാത്തതിന് പൊളിറ്റീഷ്യൻസിന്റെയും മീഡിയയുടെയും മോൾ ഉദ്യോഗസ്ഥരുടെയും എല്ലാ പ്രഷറും എൻ്റെ തലയില. അതിൻ്റെയൊക്കെ കൂടാ നീയൊക്കെ ഈ കാണിച്ചു വെച്ചേക്കുന്നത്. ഇതിനുള്ള എക്സ്പ്ലനേഷനൊക്കെ CSR എന്നോടാ ചോദിക്കുന്നത്. നിന്റെയൊക്കെ കഴിവേട് കൊണ്ട് ഒരു പ്രതി ചാടിപ്പോയെന്ന് ഞാൻ പറയണോ? സാറേ എല്ലാം എൻ്റെ കുഴപ്പമാണ്. ഞാൻ കാരണം അവൻ രക്ഷപ്പെട്ടത്. രാഹുൽ സാറ് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഓ അങ്ങനെയാണോ? നാണം ഉണ്ടോ മിസ്റ്റർ നിങ്ങൾക്ക്? എത്ര കൊല്ലമായി സർവീസിൽ കയറിയിട്ട്? ഇത്ര നാളായിട്ട് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? അതെങ്ങനെയാ? സ്വന്തം വീട്ടുകാർക്ക് ഗുണമല്ല പിന്നല്ലേ ബാക്കിയുള്ളവർക്ക്? അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഇവിടെ സ്വസ്ഥതയില്ല. സാറേ ആ രക്ഷപ്പെട്ടു പോയതിനെ കണ്ടുപിടിച്ച ശേഷമേ ഞാൻ ഈ യൂണിഫോം എടുത്തുള്ളൂ. അയ്യോ സാറ് ബുദ്ധിമുട്ടണ്ട. തനിക്കുള്ള സസ്പെൻഷൻ ഓർഡർ ഉടനെ വരുന്നുണ്ട്. നല്ല ബെസ്റ്റ് സമയം എന്തായാലും എല്ലാവർക്കും. നാണല്ലേ നിനക്ക് ഇങ്ങനെ ജോലിയിലും ജീവിതത്തിലും തോറ്റുപോയവനെ പോലെ ജീവിക്കാൻ? ഇഷ്ടമില്ലായിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി നീ ആ യൂണിഫോം ഇടാൻ പാടില്ലായിരുന്നു. ആ ഡിപ്പാർട്ട്മെന്റിൽ ആത്മാർത്ഥമായി ജോലി ചെയ്ത നിന്റെ അച്ഛനോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. ഏറ്റവും വലിയ തെറ്റ്. വീണ്ടും ഒരു തുടക്കം ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കതിന് കഴിയുമോന്നറിയില്ല. ഒരു ശ്രമമാണ്. ജയിക്കാം, പഴയ പോലെ പരാജയപ്പെടാം. കൂടെ ആരുമില്ല, ഞാൻ മാത്രം. കുട്ടൻ പണ്ട് ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തി തുടങ്ങിയത് പതിയെ അവൻ്റെ വളർച്ചയ്ക്കൊപ്പം അവൻ്റെ കവർച്ചയുടെ വലിപ്പവും കൂടി. സ്വന്തമായിട്ടൊരു സ്ഥലമൊന്നുമില്ല. അവൻ പല കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവനൊരു പൊടി പോലും കിട്ടത്തില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് അന്ന് ആ മോഷണ ശ്രമം.
അവനെ ഞാൻ പിടിക്കും സാറേ. അതിന് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ പിടിക്കും. എടാ നീ എങ്ങനെ പിടിക്കുന്നേ പറഞ്ഞേ? അവനെ ഓടി പിടിക്കാനുള്ള കെൽപ്പൂരും നിൽക്കില്ല. വലിച്ചു വെച്ചുള്ള ജീവിതം കളഞ്ഞ് ഇപ്പോഴത്തെ ആരോഗ്യം. എന്നാ സാർ ഇതുകൂടി കേട്ടോ, ഞാൻ പുകവിൽ നിർത്തുക. ആ കുട്ടനെ ഞാൻ പിടിക്കും. എന്നെ കൊണ്ട് ഒരു ഗുണവും ഇല്ലാന്ന് പറയിപ്പിച്ചവരെ കൊണ്ട് ഞാനത് മാറ്റി പറയിപ്പിക്കും. മര്യാദക്ക് നീ വന്നു. എന്താണ് സാറേ, ഞാൻ പറഞ്ഞല്ലേ ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന്. പണിയൊക്കെ നിർത്തി സാറേ. അപ്പൊ നീ അങ്ങ് പറഞ്ഞാ തീരൂ. പിന്നെ സാറിന് എന്താ വേണ്ട? എന്നെ ജയിലിലിടണോ? എന്നെ വിട്ടേക്ക് സാറേ. എൻ്റെ സാറേ, നിങ്ങൾ ഈ പറഞ്ഞ മോഷണമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ പുതിയ ലൈഫായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നെ ഇതിലോട്ട് വലിച്ചിടരുത്. കൂടുതൽ വർത്താനവും നീ പറയണ്ട. മര്യാദക്ക് നീ എന്റെ കൂടെ വന്നോ. വിട് സാറേ. കുണപ്പൊക്കെ ഞാൻ തീർത്തരാടാ. വിട് സാറേ, വിട് സാറേ. ഞാൻ വൃത്തിയോട് ചെയ്തു പോയതാ. അന്നോട് ജോലി അന്വേഷിച്ച് വന്നതാ ഞാൻ. നിങ്ങളുടെ കൈ പെട്ടുപോയതാ നാശം പിടിക്കാൻ. മര്യാദക്ക് നീ എന്റെ കൂടെ വന്നു. സാറേ, ഇവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട. വിട് സാറേ, എന്നെ വെറുതെ വിട് സാറേ. എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് സാറേ? മോഷണം വന്ന് ജീവിക്കാൻ വേണ്ടി എടുത്ത തൊഴിലാ. അന്ന് നേരാക്കാനൊന്നും ആരുമില്ലായിരുന്നു സാറേ. അങ്ങനെയല്ല സാറേ, എനിക്ക് ഇന്ന് ഭാര്യയും ഒരു മകളുണ്ട് സാറേ. എങ്ങനെ വിട് സാറേ അങ്ങോട്ട്. സംസാരം നിർത്തണം. എന്റെ ഭാര്യയും മക്കളും സാറേ, അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ സാറേ. അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ സാറേ. വിട് സാറേ. മനസ്സില്ല സാറേ. വിട് സാറേ അങ്ങോട്ട്. വിട് സാറേ അങ്ങോട്ട്.
ഹലോ പറസോര് അവനെ കിട്ടി സാറേ, അവനെ കിട്ടിയോ? ഞാൻ ജയിച്ചു. അവനെ കിട്ടിയല്ലേ? ഇപ്പൊ എവിടാന്ന് പറ, ഞാൻ എസ് സാറിനോട് പറയാം. ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരാം. ഞങ്ങളിപ്പോ അവനിങ്ങോട്ട് കൊണ്ടുപോവാ. അവൻ നമുക്കിട്ട് പണിഞ്ഞതിന് മുട്ടം പണിഞ്ഞാൻ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നല്ല പ്രഷർ സിറ്റുവേഷനില്ല. വേറൊന്നുമല്ല, താൻ ഓർക്കുന്നോ അന്ന് എസ് ഐ സാർ ഒരു മർഡർ കേസിനെ കുറിച്ച് പറഞ്ഞത്? അതിന്റെ പിന്നിൽ ആരാന്ന് ഇതുവരെ തുമ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് താൻ പിടിച്ച അവനെ പ്രതിയെ അങ്ങ് ഹാജരാക്കും, തെളിവും നമ്മളുണ്ടാക്കും. സാറേ നിങ്ങൾ എന്തോ ഈ പറയുന്നേ? അതവൻ ചെയ്യാത്ത കുറ്റമോ ഇല്ലയോ? അതിനവൻ ശിക്ഷിക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ താൻ എന്താ ഈ പറഞ്ഞേ? അവനെ വെറുതെ വിടാനോ? ഇതെന്റെ തീരുമാനമൊന്നുമല്ല, മുകളിലുള്ളവരുടെ തീരുമാനമാണ്. അവർ പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ ഡ്യൂട്ടി. താൻ സമയം കളയാതെ ലൊക്കേഷൻ സെൻഡ് ചെയ്യും, ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വരാം. എന്തായാലും ശിക്ഷിക്കപ്പെടാതെ പോയ കുറേ കേസുകളുടെ കൂട്ടത്തിൽ ഇതും കൂടി ഇരിക്കട്ടെ. നമുക്കിട്ട് പണിതിനെ തിരിച്ച് നല്ല മുട്ടം പണി കൊടുക്കാം. നീ പോക്കോടാ. ഇനി നീ പിടിക്കപ്പെട്ട നീ ജീവിതത്തിൽ തോറ്റു, കൂടെ ഞാനും. നിന്നെയും കാത്തൊരു അമ്മയും കുഞ്ഞോട് ഇരിപ്പുണ്ട്. ചെയ്ത് തെറ്റി തിരിച്ചറിഞ്ഞ് പുതിയൊരു ജീവിതം തുടങ്ങിയനാ നീ. ഇനി നീ വല്ലവൻ്റെ ഭാരം ചുമക്കേണ്ട കാര്യമില്ല. നിന്നെ വിട്ടാ കൂടിപ്പോയ എനിക്കൊരു സസ്പെൻഷൻ അല്ലെങ്കിൽ പണിഷ്മെന്റ്. എവിടെങ്കിലും ഞാനൊന്ന് ജയിച്ചു എന്ന് കരുതിക്കോട്ടെ. ഇനി നീ പിടിക്കപ്പെട്ട നീ ജീവിതത്തിൽ തോറ്റു, കൂടെ ഞാനും. നിന്നെയും കാത്തൊരു അമ്മയും കുഞ്ഞോട് ഇരിപ്പുണ്ട്. ചെയ്ത് തെറ്റി തിരിച്ചറിഞ്ഞ് പുതിയൊരു ജീവിതം തുടങ്ങിയനാ നീ. എന്താടാ കഴിക്കടാ, കഴിക്ക്. ഞാൻ പോവാ, മടുത്തെനിക്ക്. തനിക്ക് നിരാശ വരുമ്പോ ആ ദേഷ്യം എന്നെ തെറി പറഞ്ഞ് ഉപദ്രവിച്ചും തീർക്കാൻ ഇനി എന്നോട് പറ്റില്ല. കൂടെ ഞാൻ ഇവനെ കൊണ്ടുപോവാ. ഇനി നമ്മുടെ മോൻ നിന്നെ കണ്ട് വളർന്ന ഇവന് ജീവിതത്തിൽ തോറ്റുപോയെന്ന് വരും. അതുകൊണ്ട് ഇവനെ ഞാൻ വളർത്തിക്കോളാം. ഇനി നീയായി നിന്റെ തീരുമാനങ്ങളായി. വീണ്ടും ഒരു തുടക്കം ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കതിന് കഴിയുമെന്നറിയില്ല. ഒരു ശ്രമമാണ്. ജയിക്കാം, പഴയ പോലെ പരാജയപ്പെടാം. കൂടെ ആരുമില്ല, ഞാൻ മാത്രം. രണ്ടു വർഷത്തിലേറെയായി അന്വേഷണ ഉദ്യോഗസ്ഥരെ വട്ടം കറക്കിക്കൊണ്ടിരുന്ന കേസിൽ നിർണായക വഴിത്തിരിവ്. കേസുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതിയെ ഇന്ന് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ച നിർണായക തെളിവുകളാണ് പ്രതിയിലേക്ക് എത്താൻ സഹായിച്ചതെന്ന് പോലീസ് അറിയിച്ചു. സബ് ഇൻസ്പെക്ടർ സൗരവ് നയിക്കുന്ന സംഘമാണ് പ്രതിയെ കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്തത്.